അപ്പം ഞാൻ എൻ്റെ വീട്ടുകാരോടും എനിക്ക് ഈ വർഷം എനിക്ക് വോട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഞാനത് ഡീനെ ചെയ്യുള്ളൂ. എൻ്റെ അപ്പച്ചനോടും എൻ്റെ അമ്മച്ചോടും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് വേണ്ടി ചെയ്തത് നിങ്ങളത് കണ്ണുനീരോടുകൂടി കാണണം, എന്നിട്ട് ആ വോട്ട് ഒരു കാരണവശാലും പാഴായി പോകരുത്, കാരണം അത് ഡീന് തന്നെ ചെയ്യണമെന്ന് ഞാൻ എൻ്റെ അപ്പച്ചനോടും അമ്മച്ചോടും പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം. ഇന്ന് ടോക്ക് ടൈമിൽ നമ്മളോടൊപ്പം അതിഥിയായിരിക്കുന്നത് ഫാദർ ബിനോയ് ജോൺ വടക്കേ പറമ്പിൽ. അദ്ദേഹം ബീഹാറിൽ ബാഗൽപൂർ രൂപതയിൽ കഴിഞ്ഞ 8 വർഷമായി സമർപ്പിത ജീവിതവുമായി സുത്യർഹമായ സേവനം നടത്തി വരുന്നു. ആ രൂപതയുടെ കീഴിലുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറാണ്. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് അദ്ദേഹം തൻ്റെ സമർപ്പിത ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുമ്പോൾ ബീഹാറിൽ ജാർഖണ്ഡിൽ ബജരംഗ് ദൾ പ്രവർത്തകരാൽ ക്രൂരമായിട്ടുള്ള ചില പീഡനങ്ങളിൽ അകപ്പെടുകയും ജയിലിലാകുകയും ചെയ്ത ഒരു സാഹചര്യം വാർത്താമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹത്തെ ടോക്ക് ടൈമിലേക്ക് സ്വാഗതം ചെയ്തു. ഫാദർ, എത്ര വർഷമായി ബീഹാറിൽ ഈ സമർപ്പിത ജീവിതവുമായി ബാഗൽപൂർ രൂപതയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? 8 വർഷമായി. അവിടെ കഴിഞ്ഞ നാളുകളിൽ മാധ്യമങ്ങളിലൊന്നും നമ്മൾ കേട്ടറിഞ്ഞതുപോലെ അങ്ങയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നതിന് തദ്ദേശീയരിൽ നിന്ന് സ്ഥലം വാങ്ങി അതിൻ്റെ ക്രമീകരണങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ഉണ്ടായ ചില ദുരന്തവും അതിനുശേഷം അങ്ങക്ക് ജയിൽ ജീവിതം വരെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതൊന്ന് വിശദമാക്കാം. അത് നമ്മളവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ആദിവാസികളുടെ സ്ഥലമാണ്. ആദിവാസികളുടെ ദാൻപത്ര രൂപത്തിൽ നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ രീതി അങ്ങനെയാണ്. ആ ദാൻപത്ര എഴുതി അതിന് പ്രത്യേക നിയമവലികളുണ്ട്. അതിൻ്റെതായ എല്ലാ പ്രോസസ്സും ഫുൾഫിൽ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്കൂൾ തുടങ്ങാനും ഹോസ്പിറ്റൽ തുടങ്ങാനും ഒക്കെ ആയിട്ട് നമുക്ക് സ്ഥലം വിട്ടു തരിക. നിയമം അനുവദിക്കുന്നുണ്ട്. ദാൻപത്ര എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ നിയമം അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പൊതുവായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ കിട്ടിയ സ്ഥലമാണ്. അതിൻ്റെ എല്ലാ ലീഗൽ പ്രൊസീജിയറും കഴിഞ്ഞതിന് ശേഷമാണ് സ്ഥലം നമുക്ക് കിട്ടിയത്. പക്ഷേ പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ആളുകൾ കൂടുതൽ പൈസയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പ്രത്യേകം ആരുടെയെങ്കിലുമൊക്കെ പ്രേരണയാൽ അവരത് തിരികെ വേണമെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒത്തിരി അവിടെ ഉണ്ട്. അങ്ങനെ ഒരു ഭാഗമായിട്ടുണ്ടായ ഒരു കേസായിരുന്നു. ആ കേസ് കോർട്ടിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അത് കേസ് ബേസ്ലെസ് ആണെന്ന് മനസ്സിലാവുകയും ആ കേസ് തള്ളിപ്പോവുകയും ചെയ്തതാണ്. അപ്പോൾ അത് തള്ളിപ്പോയതിൻ്റെ ആ സമയത്താണ് ഈ ബജരംഗ് ദൾ പ്രവർത്തകരും അവിടുത്തെ BJP ഇൻവോൾവ്മെൻ്റ് ആയിട്ടുള്ള അന്ന് ഭരിക്കുന്ന BJP ആണ്. അപ്പോൾ അവർ അതിനകത്ത് ഇടപെടുകയും എന്നിട്ടത് മതം മാറ്റ നിയമത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവന്ന് മറ്റൊരു രൂപത്തിലേക്ക് കേസ് മാറ്റി ചെയ്യുന്നത്. കാരണം അതങ്ങനെ വന്നാലേ അത് ക്രിമിനൽ കേസായി മാറുകയുള്ളൂ, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. മറ്റത് സിവിൽ കേസാണ്. സിവിൽ കേസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ക്രിമിനൽ കേസ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുണ്ടാക്കി അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ 12 ദിവസത്തോളം ജയിലിൽ കിടക്കുകയുണ്ടായി. ഇതിനകത്ത് ഇതിന്റെ പിന്നാമ്പുറത്ത് സംഘപരിവാർ ലോബികളാണല്ലോ. തീർച്ചയായും. അപ്പൊ അവർക്ക് അങ്ങയുടെ പ്രവർത്തനത്തോടോ അല്ലെങ്കിൽ അവിടുത്തെ രൂപതയുടെ പ്രവർത്തനത്തോടോ ഉള്ള ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ അതിനോടുള്ള എതിർപ്പോ അല്ല, മറിച്ച് ഒരു കമ്മ്യൂണൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. വ്യക്തിപരമായിട്ട് രൂപതയോടോ ഞങ്ങളുടെ പ്രവർത്തനങ്ങളോടുള്ള ഒരു വൈരാഗ്യം അങ്ങനെയൊന്നും മുൻവരെ ഒന്നും അല്ലാതെ ഇതൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിനെ ഈ വിധത്തിലൊന്ന് മാറ്റിയെടുത്ത് പൊളിറ്റിക്കലൈസ് ചെയ്യുക, അതാണ്. അല്ലാണ്ട് വേറെ ഞങ്ങളോട് വ്യക്തിപരമായിട്ട് കുറച്ച് ആളുകൾക്ക് വലിയ വൈരാഗ്യമോ വഴക്കമോ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു സംഭവം ഉണ്ടാകുന്നു, ആ സംഭവത്തെ അവർ മേക്ക് യൂസ് ചെയ്യുന്നു. അതിപ്പോൾ പല സാഹചര്യം, ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള പീഡനങ്ങളിൽ സംഭവിക്കുന്ന അങ്ങനെയാണ്. എവിടെയെങ്കിലും സ്കൂളിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടാകുന്നു, ആ ഇഷ്യൂ അവർ കമ്മ്യൂണലൈസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിലാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലുണ്ടാവും. അവിടെ അങ്ങനെ ഒന്നും അനുഭവത്തിയല്ലേ? പ്രത്യേകിച്ച് രീതിയിൽ എൻ്റെ കാര്യത്തിൽ എനിക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇടുക്കിയിലെ അന്ന് MP ആയിരുന്ന ഡീൻ കുര്യാക്കോസ് അദ്ദേഹം എൻ്റെ കാര്യത്തിൽ ഇടപെടുകയുണ്ടായി. അദ്ദേഹം അവിടെ വരികയും പ്രത്യേകിച്ച് ജാമ്യത്തിൻ്റെ കാര്യങ്ങളിൽ അന്ന് ജാമ്യം കിട്ടേണ്ട ദിവസം അതിൻ്റെ പ്രൊസീജിയറിൽ അദ്ദേഹം വളരെ ഇൻവോൾവായി. അവിടെ വന്ന് എൻ്റെ വീഡിയോയും എൻ്റെ അന്നത്തെ അവസ്ഥ വലിയ രോഗാവസ്ഥയിലായിരുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. അവിടെ വന്ന് വീഡിയോയും ഫോട്ടോയും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അയച്ചു കൊടുത്തു. എന്നിട്ട് അവിടുന്ന് ഒരു ഇൻപുട്ട് ഉണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹം അവിടുത്തെ ലോക്കൽ കോൺഗ്രസ് ലീഡേഴ്സിനെയൊക്കെ വിളിച്ചു വരുത്തി പത്രസമ്മേളനം നടത്തുകയും അങ്ങനെ അതുവഴിയായിട്ട് തന്നെ പെട്ടെന്ന് ഈ ജാമ്യത്തിനുള്ള ഒരു പ്രോസസ്സ് വളരെ ത്വരിതപ്പെടുത്താനായിട്ട് എളുപ്പത്തിലാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഇടുക്കി MP എന്നുള്ള നിലയിൽ അങ്ങ് ഇടുക്കി സ്വദേശിയാണ് അങ്ങനെ വന്നത്. നമ്മളാരും വിളിച്ച് പ്രത്യേകിച്ച് അങ്ങനെ ഇൻവൈറ്റ് ചെയ്തിട്ടൊന്നുമല്ല. അദ്ദേഹം ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വാർത്താമാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. സംഭവം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഡൽഹിയിലായിരുന്നു പറഞ്ഞ്. ഡൽഹിയിൽ നിന്ന് അദ്ദേഹം അവിടെ വരികയും ഞങ്ങൾ അച്ഛന്മാരോട് ചേർന്ന് ഇതിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് അങ്ങനെ ഒരു MP എന്നുള്ള നിലയിൽ ഡീൻ കുര്യാക്കോസിന്റെ ഇടപെടൽ അങ്ങയുടെ മോചനത്തിന് കാരണഭൂതമായി. ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരു
പ്രോട്ടോകോളിലുള്ള ആളുകൾ ഇടപെടാത്ത നിരവധി കേസുകൾ നമ്മുടെ സന്യസ്തരെ സംബന്ധിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തീർച്ചയായിട്ടും അവരിന്നും പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ഇപ്പോഴും എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് സിസ്റ്റേഴ്സും ഒക്കെ ജയിലിൽ കിടക്കുന്നുണ്ട്, അച്ഛന്മാർ ജയിലിൽ കിടക്കുന്നുണ്ട്. ഇപ്പോഴും ഇങ്ങനെയുള്ള വളരെ മൈന്യൂട്ടായിട്ട് കാര്യങ്ങളാണ്, സ്കൂളുകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ വേറെ രീതിയിലേക്ക് ആക്കി ക്രിമിനൽ കേസാക്കി, ചിലതൊക്കെ പോക്സോ കേസുകൾ വരെ ആക്കി ജയിലിലാക്കുന്ന സംഭവങ്ങളുണ്ട്, ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകൾ. അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ വേദനിപ്പിക്കുന്ന. ഇപ്പോൾ വടക്കേന്ത്യയിലെ ഒരു സാഹചര്യം പറഞ്ഞാൽ ഇപ്പം ഭയമാണോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ അവിടെ ഉണ്ട്. അതൊരു നഗ്ന സത്യമാണ്. ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല, എല്ലായിടത്തും എന്നല്ല. ഇതാണ് ഇൻസിഡൻസുകളാണ്, ചെറിയ ചെറിയ സംഭവങ്ങൾ എവിടെയും ഉണ്ടാകുന്നു. ആ സംഭവങ്ങളെ അവർ മേക്ക് ചെയ്യും. അങ്ങനെയാണ്. അല്ലാതെ പൊതുവായിട്ട് ക്രിസ്ത്യൻസിനെതിരെ ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞ് അങ്ങനെയില്ല, അങ്ങനെയില്ല. അതായത് ഉണ്ടാകുന്ന സംഭവങ്ങളെ എക്സ്പ്ലോർ ചെയ്യുന്നു, എന്നിട്ട് അത് നമുക്കെതിരായിട്ടുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുക ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ സന്യസ്തരായിട്ടുള്ള ആളുകൾ അന്യ സംസ്ഥാനങ്ങളിൽ സുത്യർക്കമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ ആതുരാലയങ്ങൾ സൃഷ്ടിക്കുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ അവിടെ അവരുടെ ഒരു ലിറ്ററസിയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അവരെ ഒരു പുരോഗമന ചിന്തയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെല്ലാം നമ്മൾ സമർപ്പിത ജീവിതക്കാരുടെ കയ്യൊപ്പ് കൊണ്ട് പടുത്തുയർത്തിയിട്ടു ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ലിറ്ററേറ്റ് അല്ലാത്ത ആളുകളുടെ പ്രതികരണമാണ് നമുക്ക് അനുഭവേദ്യമാകുന്നത്. ഫാദർ എങ്ങനെ അതിനെ കാണും? ഇത് ഞാൻ ഒരു പരിധിവരെ ഈ പഴയ നിയമത്തിൽ ജോസഫിന്റെ ഒരു സംഭവം ബൈബിളിൽ ഇപ്രകാരമുണ്ട്. ജോസഫ് ഈജിപ്തിൽ വരികയും അവിടെ ഫറവോയെ ഹെൽപ്പ് ചെയ്യുകയും, അല്ലെങ്കിൽ അവിടെ അതൊരു വലിയ ഒരു തകർച്ചയുടെ സമയത്ത് ജോസഫാണ് ആ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് ധാന്യങ്ങൾ സംരക്ഷിച്ചു വയ്ക്കുന്നതും അങ്ങനെ രക്ഷിക്കുന്നതും. പിന്നീട് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ജോസഫ് ആ ജനതയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അറിയാത്ത ഒരു ഭരണാധികാരി അധികാരത്തിൽ വരികയും അവർ ഇസ്രായേൽ ജോസഫിനെയും ഇസ്രായേൽക്കാരെയും പീഡിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. ശരിക്കും ഈ രാജ്യത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ ക്രൈസ്തവർ ചെയ്തിട്ടുള്ള ഒരു സുദൃഢമായ സേവനം, അതായത് നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ സ്വയം ജീവിതം ത്യാഗം ചെയ്ത് വടക്കേന്ത്യയിൽ പോയി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അത് മനസ്സിലാക്കാത്ത പുതിയ പുതിയ ഭരണാധികാരികൾ വന്നിട്ട് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് അവർ നമുക്കെതിരെ തിരികുകയാണ് ചെയ്യുന്നത്. ഫാദർ, ഏപ്രിൽ മാസം 26-ാം തീയതി നമ്മുടെ രാജ്യത്ത് ഒരു ദേശീയ ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിലവിൽ ഭരിക്കുന്ന ഭരണകൂടം ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കി അതുവഴി രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നാണ് മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ വിചക്ഷണന്മാരും അഭിപ്രായപ്പെടുന്നത്. ഫാദർ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണുന്നു? ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാജ്യത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഒരു പരിധിവരെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് സാധാരണ ജനം എത്തി നിൽക്കുക. നമുക്കറിയാം, വിലക്കയറ്റം ഒരു വശത്ത് നിൽക്കുന്നു, എല്ലാ വിധത്തിലും സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു വലിയ ദുരവസ്ഥയിലേക്ക് ഈ രാജ്യം ചെന്നെത്തിയിട്ടുണ്ട്. സമ്പത്ത് മുഴുവനും ഏതാനും ആളുകളുടെ കൈകളിലെത്തിയിരിക്കുന്നു. ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നില്ല, എണ്ണം കൂടിയിട്ടുണ്ട്. ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നേ ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ വലിയ അപകടത്തിലാണ്. രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വലിയൊരു അപകടത്തിലാണ്. എപ്പോൾ വേണമെങ്കിലും അവർക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അത് അവർ തീർച്ചയായിട്ടും ചെയ്യുകയും ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുക, ഈ രാജ്യം ഈ അപകടത്തെ തരണം ചെയ്യണമെങ്കിൽ, ഇപ്പോൾ അഭിമുഖീകരിച്ചിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യണമെങ്കിൽ ഒറ്റ ഉത്തരവുള്ളൂ. ആ ഉത്തരം കോൺഗ്രസ് എന്നാണ്. ഞാനിത് കഴിഞ്ഞ കാലങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. പരസ്യമായിട്ട് ഞാനത് എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്ത് ഇന്നത്തെ അവസ്ഥയ്ക്ക് മോചനം കിട്ടാനായിട്ട് നമ്മുടെ മുമ്പിൽ ഒറ്റ ആൻസറേ ഉള്ളൂ, അത് കോൺഗ്രസ് അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. കാരണം ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കണമെങ്കിൽ, സാധാരണ ജനങ്ങൾക്ക് ഭയം കൂടാതെ ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ സംരക്ഷിക്കപ്പെടണം, ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ അത് ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മാത്രമേ നടക്കുള്ളൂ. മറ്റേത് പാർട്ടി വന്നാലും അവർക്കൊക്കെ രഹസ്യ അജണ്ടകളുണ്ട്. കോൺഗ്രസിന് രഹസ്യ അജണ്ടയില്ല. അത് അങ്ങനെയാണ്. കാരണം അവരെന്താണോ അത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുക. മറ്റൊന്ന് പറഞ്ഞാൽ അവരുടേതായ ഒരു ഹിഡൻ അജണ്ട ഒരു വശത്തുണ്ട്, പുറമെ കാണുന്നതല്ലത്. ആ ഹിഡൻ അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് അവർ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ അനുഭവം വ്യത്യസ്തമല്ല കേട്ടോ, ഞാനത് ചേർത്ത് പറയാൻ കാര്യം. ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. കേന്ദ്രത്തിൽ മറ്റൊരു രൂപം BJP എന്ത് ചെയ്യും, അത് തന്നെ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു അടിച്ചമർത്തലാണ്. നമുക്ക് ആർക്കും ഒന്ന് നേരെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ സാമൂഹിക ജീവിതം കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. സാമ്പത്തികമായ ഇല്ലാത്ത തകർച്ചയിലെത്തിയിരിക്കുന്നു. ഇതിന്റെ എല്ലാം കാരണം ഇവിടുത്തെ എന്താ പറഞ്ഞാൽ റോളിംഗ്. അച്ഛൻ ഞാൻ ആദ്യം ചോദിച്ചു തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഒരു വൈദികന് ഇതുപോലെ ഒരു ദുരിതമുണ്ടായപ്പോൾ, ജയിലിലാകപ്പെട്ടപ്പോൾ, ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ അവിടെ എത്തപ്പെടുന്നതിനും ആ വിഷയത്തിൽ തൻ്റെ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്നതിനും തയ്യാറായി. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് മണിപ്പൂരിൽ ഇടുക്കിയുടെ MP ആയിരുന്ന ഡീൻ കുര്യാക്കോസ്, അദ്ദേഹം വളരെയധികം
ഒരു സേഫ്റ്റി മെഷേഴ്സ് പോലും നോക്കാതെ അവിടെ എത്തി കാര്യങ്ങളെ നേരിട്ട് മനസ്സിലാക്കുന്നതിന് പിന്നീട് നടന്ന പാർലമെന്റ് സെക്ഷനിൽ അത് അവതരിപ്പിക്കുന്നതിനും തയ്യാറാണ്. ബഹുമാനായ നിലവിലുള്ള MP ഡീൻ കുര്യാക്കോസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കൺക്ലൂഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം ആലക്കോട് വഴി കടന്നു പോകുമ്പോൾ ഡീനിൻ്റെ ഒരു പ്രസംഗം കേൾക്കാൻ, അവിടെ വഴിയിൽ ഡീനിൻ്റെ പ്രസംഗമുണ്ട്. അത് ഞാൻ കേൾക്കാനായിട്ട് അത് കോയിൻസിഡൻസ് പോലെ പറയാം, എന്നെ അതുപോലെ വല്ലാണ്ട് സ്പർശിച്ചു ആ വാക്കുകൾ. അത് ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും വിഭാഗത്തിന് വേണ്ടിയിട്ടോ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ആളായിട്ടല്ല. നിങ്ങൾ ഏതൊരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നാലും ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. അത് സമുദായത്തിനുപരിയായിട്ട്, സമൂഹത്തിനുപരിയായിട്ട്, ഏതെങ്കിലും വിഭാഗങ്ങൾക്കുപരിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറയുന്നതായിട്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അദ്ദേഹം അപ്രകാരം ചെയ്യുന്നയാളാണ്. കാരണം എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ജാർഖണ്ഡിൽ വരാനും, അപ്പോൾ ഞാനൊരു വലിയൊരു അങ്ങനെ പ്രശസ്തനായ ഒരു അച്ഛനോ അങ്ങനെ ഒന്നുമല്ല, ഒരു സാധാരണ ഒരു അച്ഛൻ, ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അച്ഛൻ. അപ്പോൾ ഈ ഒരുപക്ഷെ എന്നെ അറിയ പോലും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഒരു അച്ഛന് ഒരു പ്രശ്നം ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ, വൈദികന് പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ അവിടെ വരാനായിട്ട് അദ്ദേഹം കാണിച്ച മനസ്സ് അത് ചെറിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. അതുപോലെ തന്നെ എല്ലാ ഭാഗപ്പെട്ട ആളുകളുടെ ഇടയിലേക്കും അദ്ദേഹം അങ്ങനെ ഇറങ്ങുന്നുണ്ടാവും. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ രാഷ്ട്രീയ ബോധമൊക്കെ ഒരു ഉദിച്ചു വരുന്ന സമയത്ത് സത്യത്തിൽ എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ആ ഒരു പ്രായത്തിലുള്ളവരുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു പേരാണ് PJ ജോസഫ് സാർ. തൊടുപുഴ എന്ന് പറഞ്ഞാൽ PJ ജോസഫ് സാറാണ്. അദ്ദേഹം ഏത് പാർട്ടി എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധം അത്ര ആഴമായിരുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പോലും അദ്ദേഹം സമീപസ്ഥനാണ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഒരടുത്ത ബന്ധം. ഞാൻ ഓർക്കുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ അപ്രകാരമുള്ള ഒരു വ്യക്തിബന്ധത്തിലേക്ക് വളരാൻ സാധിക്കുന്ന ഇന്നത്തെ ഈ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ഈ ഡീൻ കുര്യാക്കോസിന് വളരെ സാധിക്കും. കാരണം അത്ര ഒരു വ്യക്തിബന്ധത്തിലേക്ക് വളരുന്ന ഒരാളാണ്. കാരണം നമുക്കറിയാലോ, നമ്മുടെ തകർച്ചകൾ, നമ്മുടെ വിഷമതകൾ നമ്മൾ കൂടെ നിൽക്കുന്നവരെയാണ് യഥാർത്ഥ പൊതുപ്രവർത്തകൻ. സുഹൃത്തെന്ന് വിളിക്കാൻ പറ്റുന്ന അങ്ങനെയാണ് യഥാർത്ഥ പൊതുപ്രവർത്തനം, അതാണ്. അപ്പോൾ അങ്ങനെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ ജനവും നിൽക്കും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരോടും എനിക്ക് ഈ വർഷം എനിക്ക് വോട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഞാനത് ഡീനെ ചെയ്യുള്ളൂ. എൻ്റെ അപ്പച്ചനോടും എൻ്റെ അമ്മച്ചോടും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് വേണ്ടി ചെയ്തത് നിങ്ങളത് കണ്ണുനീരോടുകൂടി കാണണം. എന്നിട്ട് ആ വോട്ട് ഒരു കാരണവശാലും പാഴായി പോകരുത്. കാരണം അത് ഡീന് തന്നെ ചെയ്യണമെന്ന് ഞാൻ എൻ്റെ അപ്പച്ചനോടും അമ്മച്ചോടും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എനിക്ക് കാണാൻ പറ്റുന്നതോടൊക്കെ ഞാൻ പറയാറുണ്ട്. കാരണം അദ്ദേഹം ചെയ്തത് എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ഞങ്ങൾ സമുദായത്തിലെ അംഗം തന്നെയാണ് മറ്റേ എതിർ സ്ഥാനാർത്ഥിയും. ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് രണ്ടുപേരും തുല്യരാണ്, രണ്ടുപേരും സഭയുടെ മക്കളാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് രണ്ടുപേരോടും എതിർപ്പൊന്നുമില്ല. പക്ഷെ കൂടുതൽ ചേർന്ന് നിൽക്കുന്നവരോട് നമ്മുടെ താല്പര്യം, അതായത് നമുക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും ഇറങ്ങി വരാനും തയ്യാറാകുന്നൊരു വ്യക്തി. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മണിപ്പൂരിൽ പോകാനായിട്ട്, അവിടുത്തെ ജനങ്ങളുടെ കഷ്ടതകൾ അറിയാനായിട്ട്. അതിനൊപ്പം തന്നെ പെട്ടിമുടിയിലും കൊക്കയാറും ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്ത ഭൂമിയിൽ അദ്ദേഹം ഒരു സന്നദ്ധപരമായി നിന്നുള്ളത് മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നതാണ്. അതൊക്കെ ഒരു യഥാർത്ഥത്തിൽ പിന്നെ വളരെ സിമ്പിളാണ്. നമുക്കിപ്പോൾ ഒരു അപ്രോച്ചബിൾ ആണ്. നമ്മൾ പറയുന്നത് ആർക്കും പോയി കാണാം, സംസാരിക്കാം, റോഡിൽ കൂടെ പോകുമ്പോഴും വേണമെങ്കിൽ ഷെയ്ക്ക് കൊടുക്കാം. അതാണ് യഥാർത്ഥത്തിലൊരു പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ആരും പോയി ഒച്ചാനിച്ചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങോട്ട് ഇറങ്ങി വന്ന് നമ്മളുടെ കൂടെ നടക്കുന്ന ഒരാൾ എനിക്ക് എൻ്റെ ഒരു സഹോദരനെ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് ഒരു ആത്മബന്ധത്തിലേക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, പ്രത്യേകിച്ച് ഞാനൊരു വലിയ പ്രശ്നത്തിൽ എന്നെ സഹായിക്കാൻ വന്നപ്പോൾ അന്ന് മുതൽ ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഫാദർ, ഇങ്ങനെയുള്ള പീഡനങ്ങളും പ്രശ്നങ്ങളും ഉത്തരേന്ത്യയിൽ ഒരു വ്യാപകമാകുമ്പോൾ നമ്മുടെ സഭ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ദൈവേഷ്ടപ്രകാരം അല്ലെങ്കിൽ ജനാധിപത്യപ്രകാരം എടുത്തേക്കുന്ന പ്രിപ്പറേഷൻ ആണോ, ഭരണാധികാരിയെ കാണുക എന്നുള്ളതാണോ, അത് നിയമപരമായി നീങ്ങുക എന്നുള്ളതാണോ? അതിപ്പോൾ സഭയുടെ ഒരു ഔദ്യോഗികമായിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു സഭ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല വ്യക്തിപരമായിട്ട്. കാരണം ഈ ജനത്തെ ഏറ്റവും കൂടുതൽ, അതായത് മതം 2ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് ജനത്തെ ബാധിക്കുന്നത് പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സിൽ നിന്ന് സഭ പോലെയുള്ള ഒരു ധാർമ്മിക പ്രസ്ഥാനം മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ അത് അപകടമാണ്. അപ്പോൾ സഭയുടെ ആ ഒരു ധാർമ്മിക വീക്ഷണം, പൊളിറ്റിക്സിനെ കുറിച്ചുള്ള ധാർമ്മിക വീക്ഷണം കാലാകാലങ്ങളിൽ പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്ത് അപ്ഡേറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് സഭ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് തന്നെ ഞാൻ പറയുക. അല്ലാതെ അച്ഛന്മാരെ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല, അല്ലെങ്കിൽ മെത്രാന്മാർ പറയാൻ പാടില്ല, അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുകൾ ശരിയല്ല. അത് വ്യക്തമായിട്ടുള്ള ധാർമ്മിക ബോധം ജനങ്ങൾക്ക് കൊടുക്കാനും ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കാനും സഭയ്ക്ക് സാധിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നമ്മൾ ഈ ടോക്ക് ടൈമിൽ ഫാദർ ബിനോയ് ജോൺ, ഇത് യഥാർത്ഥത്തിലൊരു പൊളിറ്റിക്കൽ ഇൻ്റർവ്യൂ അല്ല, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ മോഡിലുള്ള ഇൻ്റർവ്യൂ അല്ല, മറിച്ച് തൻ്റെ ജീവിത അനുഭവങ്ങളാണ് അദ്ദേഹം സാക്ഷ്യമായി പറഞ്ഞത്. ടോക്ക് ടൈമിൽ ഇത്രയും നേരം പങ്കുചേർന്നതിന് ഫാദർ നമസ്കാരം.